ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മളിതാ കപ്പട മാർക്കറ്റ് എത്തി. മനു ഭയങ്കര തിരയിലാണ്. 150 സെയിലിന് കണ്ടില്ലേ, സെയിൽ പ്രൈസ്. പക്ഷേ മനു കാര്യമായിട്ട് ഒന്നും എടുത്തില്ല. അങ്ങനെ നടന്ന് പോകുമ്പോഴാണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത്. മോമോസ് ക്രിസ്പി ആയിട്ട് ഇവിടെ പൊരിച്ചെടുക്കണം കേട്ടോ. ഇപ്പുറത്ത് ഫ്രഷ് ജ്യൂസും ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം നോക്കുക അവിടെ വൃത്തി ഉണ്ടോ എന്നാണ്. വൃത്തിയും മെനയൊക്കെ കണ്ടപ്പോൾ ഓർഡർ പറഞ്ഞുള്ള മനു പറഞ്ഞു. ഇത് കേട്ട ഉടനെ ഉഷ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് ഓൺലി ജ്യൂസ് മാത്രം മതിയെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാൾക്കും മാംഗോ ജ്യൂസും ഉഷിന് വേറെ എന്തോ ഒരു ജ്യൂസും ഓർഡർ പറഞ്ഞു. ഞങ്ങൾ പിന്നെ മോമോസ് ഓർഡർ പറഞ്ഞു കേട്ടോ. പക്ഷേ ഈ മോമോസ് പണി കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത് പണി കിട്ടിയ ആളാണ് വേണ്ടാന്ന് പറഞ്ഞതെന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ മനു ജ്യൂസൊക്കെ കൊണ്ടുവന്നു. എനിക്കിവിടെ ഇരിക്കാനൊരു സിമൻറ്റ് ബെഞ്ചിൻ്റെ പോലത്തെ ഒരു ബെഞ്ച് കിട്ടി. സിമൻറ്റ് ബെഞ്ച് തന്നെ, പോലത്തെ അല്ല, സിമൻറ്റ് ബെഞ്ച്. അതിലിങ്ങനെ ഇരുന്ന് ഓരോരോ കാഴ്ചകളിങ്ങനെ കണ്ടിരിക്കുമ്പോഴാണ് മനു, ഞാൻ പറഞ്ഞില്ലേ, ചൂടോടെ നല്ല ക്രിസ്പിനെസ്, നല്ല ടേസ്റ്റ്. ഞാൻ പൊതുവേ സ്പൈസിയുടെ ആളാട്ടോ, ഒന്നും പറയണ്ട, അപാര ടേസ്റ്റ്. പക്ഷേ മക്കളെ പണി കിട്ടിട്ടോ, വേറെ ഗുളു 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 കുറച്ച് കഴിഞ്ഞപ്പം തുടങ്ങി. അയ്യോ എനിക്കൊന്നും പറയാൻ വയ്യ. പിന്നെ മാർക്കറ്റിലെ തിരക്ക് കണ്ടില്ലേ, മാർക്കറ്റിൽ തിരക്കില്ല, പിന്നെ എന്താ ഉണ്ടാവുമല്ലേ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, സരോജിനി മാർക്കറ്റ് പോലെ അത്ര അങ്ങോട്ട് ഇല്ല കേട്ടോ ഇവിടെ. എന്നാലും ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. പക്ഷേ ആ മാർക്കറ്റിലത്തെ അത്ര തിരക്കൊന്നും ഇവിടെ ഇല്ല. ഇനിയിപ്പോൾ അത് രാത്രി ആയതുകൊണ്ടെന്നറിയില്ല, അവിടെ രാത്രിയും പകലും ഒക്കെ തിരക്ക് തന്നെയാണ്. എന്താണെന്ന് അറിയുക, അങ്ങനെയാണ് അവിടെ. ഇവിടെ ഉണ്ട്, കാണാൻ മാത്രം എടുക്കാൻ മാത്രമൊക്കെ ഉണ്ട്. പക്ഷേ ഞാനവിടെ 2-3 പ്രാവശ്യം സരോജിനി മാർക്കറ്റിൽ കയറിയതുകൊണ്ട് ഇവിടെ എനിക്ക് അങ്ങനെ അത്ര തന്നെ തോന്നിയില്ല കേട്ടോ. മനു ഏതോ ഭാഗത്തു കൂടെ പോകണു, ഉച്ച ഏതോ ഭാഗത്തു കൂടെ പോകണു, ഞാനിവരൊക്കെ പുറകിലാണ്, കാരണം ഈ വീഡിയോ എടുക്കണ്ടേ. അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തില്ല കേട്ടോ. ശരിക്കും സത്യം പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും എടുത്തില്ല. എന്തോ വല്ല എന്താ പറയുക, പൂരം കാണാൻ പോയ പോലെ ഒക്കെ ഇങ്ങനെ പോകുന്നു എന്ന് മാത്രം. പിന്നെ ഇവിടുന്ന് ഞാൻ നമ്മളെ മലയാളികളെ കണ്ടു കേട്ടോ. അവർ വയനാട്ടിൽ നിന്നാണ്. അവർ ഒരു തല തൊട്ട് ആ തല വരെയാണ് ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞു. ആ തല തൊട്ടിട്ട് അവർ തിരിച്ച് വരികയാണെന്നും പറഞ്ഞു. ഇനിയിപ്പോൾ ഈ നടന്ന അത്രയും നമ്മൾ തിരിച്ചിങ്ങോട്ടും നടക്കണം. അങ്ങനെ ഞങ്ങൾ കാര്യമായിട്ടൊന്നും വാങ്ങണില്ല എന്ന് പറഞ്ഞപ്പോൾ ഉഷ പറഞ്ഞു ഇനി തിരിച്ച് റൂമിൽ തന്നെ പോവാന്ന്. ഒക്കെ കണ്ട് ഒന്നും വാങ്ങിയതൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. കപ്പട മാർക്കറ്റ് കണ്ടല്ലോ നിങ്ങൾ. മനു എന്താ ഒന്നും മനുവിന് ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. എന്നാൽ ശരി, ഓക്കെ.